ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു അച്ചീവ് ഗോൾസ് വൈൽ ലിവിങ് എമംഗ് നെഗറ്റീവ് പീപ്പിൾസ്. നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് നമുക്ക് നമ്മുടെ ഗോൾസും ഡ്രീംസും എല്ലാം എങ്ങനെ അച്ചീവ് ചെയ്യാം, നെഗറ്റീവായിട്ടുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. ചുറ്റും നെഗറ്റീവ് ആളുകളുള്ള സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാം. സത്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാകും. എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിച്ച് നമ്മുടെ വാല്യൂ നാം തന്നെ കളയാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, സെൽഫ് ലവ് എന്നിവ ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. വീടിനടുത്തുള്ള ആളുകളായാലും വീടിനുള്ളിലുള്ള ആളുകളായാലും നെഗറ്റീവ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തകർന്നു പോകുന്നു. എപ്പോഴും നമ്മുടെ തരം താഴ്ത്തിയുള്ള സംസാരവും നെഗറ്റീവ് മാത്രം കണ്ടുപിടുത്തങ്ങളും ഉള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം. ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഫസ്റ്റായിട്ട് ഒരു ബുക്കിലേക്ക് എഴുതാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമായി നടക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ ഭാവിയിൽ ഒരു വളർച്ചയും അവർക്കുണ്ടാവുകയില്ല. അത് നിങ്ങളാണെങ്കിൽ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളുള്ള വ്യക്തിക്ക് ഒരു വളർച്ചയും ഉണ്ടാകില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റി പോസിറ്റീവ് ചിന്തകൾ മാത്രം നേടിയെടുക്കുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക, അഥവാ അവരുമായി സംസാരിക്കേണ്ട അവസ്ഥ വന്നാൽ പുഞ്ചിരിക്കുക. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരോടൊന്നും തുറന്നു പറയേണ്ടതില്ല. അതായത് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും പറയേണ്ടതില്ല. കാര്യങ്ങളെല്ലാം ചൂഴ്ന്നു ചോദിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതില്ല. സംസാരം കുറയ്ക്കുകയാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. നാം നമ്മളിൽ വിശ്വസിക്കുക. നമ്മുടെ കഴിവുകളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആളുകളുമായി കോണ്ടാക്റ്റ് വയ്ക്കുക. നാം നമ്മളെ തന്നെ സ്നേഹിക്കുക. ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും മനസ്സമാധാനത്തിനും ജീവിത പുരോഗതിക്കും ആവശ്യമായ ഒന്നാണ് പോസിറ്റീവ് ചിന്താഗതി. എന്നാൽ കൂടുതൽ മനുഷ്യരും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നെഗറ്റീവ് കാര്യങ്ങളിൽ ഭയപ്പെടുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്തുക. ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വന്തത്തോട് പോസിറ്റീവായി സംസാരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും നല്ലത് നാം ഒരു ബുക്കിലേക്ക് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അത് മാറ്റി എഴുതുക. അതിനുശേഷം അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകളാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകളും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.